ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഹൂതി വിമതർ ചെങ്കടൽ വഴിയുള്ള വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇത്തവണ ഹൂതി ആക്രമണത്തിനിരയായ ചരക്ക് കപ്പൽ ചെങ്കടലിൽ മുങ്ങിയെന്ന് യമൻ സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ടൺ കണക്കിന് രാസവളം കൊണ്ടുപോവുകയായിരുന്ന കപ്പലാണ് മുങ്ങിയത്. അതിനാൽ വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയിൽ നിന്ന് രാസവളവുമായി ബൾഗേറിയയിലേക്ക് പോവുകയായിരുന്ന റുബിമാർ എന്ന കപ്പലാണ് ആക്രമണത്തിന് ഇരയായത്. നവംബറിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം തുടങ്ങിയ ശേഷം മുങ്ങുന്ന ആദ്യ കപ്പലാണിത്. യമനിലെ സർക്കാരും പ്രാദേശിക സൈന്യവും കപ്പൽ മുങ്ങിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 18-നായിരുന്നു ആക്രമണം. അന്നു മുതൽ ഈ വഴിയുള്ള ഭൂരിഭാഗം കപ്പലുകളും ആഫ്രിക്ക ചുറ്റിയാണ് യൂറോപ്പിലേക്ക് സർവീസ് നടത്തുന്നത്. ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഈദനെയും ബന്ധിപ്പിക്കുന്ന ബാബ് എൽ മാൻഡേബിൽ വെച്ചാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ബെയ്റൂട്ടിൽ നിന്നായിരുന്നു ഈ കപ്പലിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ കാലാവസ്ഥ കൂടി പ്രതികൂലമായതിന് പിന്നാലെയാണ് റൂബിമാർ മുങ്ങിയതെന്നാണ് യമൻ വിശദമാക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഉപേക്ഷിക്കപ്പെട്ട കപ്പലിനെ ഒരു സുരക്ഷിത തുറമുഖത്തേക്ക് കെട്ടിവലിച്ച് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് കപ്പൽ മുങ്ങിയത്. ചെങ്കടൽ ഇടുക്കിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധമാണ്. ലെബനനിലെ ഹിസ്ബുള്ളയുടെ നേതൃത്വവും ഇറാന്റെ നിശബ്ദ പിന്തുണയും ഊർജമാക്കിയ യമനിലെ വിഘടനവാദി സംഘമായ ഹൂതികളാണ് ഇവിടെ ആക്രമണം നടത്തുന്നത്. സനയും വടക്കൻ യമനും ചെങ്കടലിന്റെ തീരപ്രദേശവും ഇന്ന് ഹൂതികളുടെ വരുതിയിലാണ്. ഗാസയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ആക്രമണം എന്നായിരുന്നു ഹൂതികളുടെ അവകാശവാദം. ഇസ്രയേൽ ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കും വരെ തങ്ങളുടെ സമാനമായ ആക്രമണങ്ങൾ തുടരുമെന്ന മുന്നറിയിപ്പും ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ട്. ആക്രമണത്തെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും വിമാനമാർഗം രക്ഷപ്പെടുത്തിയിരുന്നു. വെള്ളം കയറി ചരിഞ്ഞ കപ്പലിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഗാസയെ ആക്രമിക്കുന്ന ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത്. യൂറോപ്പ്, അമേരിക്ക, പിന്നെ ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മുഴുവൻ നടക്കുന്നത് ചെങ്കടൽ വഴി കപ്പൽ ഗതാഗതത്തിലൂടെയാണ്. ഇത് മുടക്കി ഇസ്രയേലിന് മേൽ ഉപരോധ സമാനമായ സമ്മർദ്ദം സൃഷ്ടിക്കലാണ് ഹൂതി ആക്രമണങ്ങളുടെ ലക്ഷ്യം. ഇസ്രയേൽ ഉടമസ്ഥതയിലുള്ളതാണോ എന്നോ ഇസ്രയേലിലേക്കാണോ എന്നോ ഒന്നും നോക്കാതെ ഇതുവരെ 100ഓളം ഡ്രോണുകളാണ് ഹൂതികൾ കപ്പലുകൾക്ക് നേരെ പായിച്ചത്. ആഗോള ചരക്ക് ഗതാഗതത്തെ മുഴുവൻ ഒരു പരിധിവരെ ഇതുവഴി പ്രതിസന്ധിയിലാക്കാൻ ഹൂതികൾക്കായി. ആകെ ആഗോള വ്യാപാരത്തിന്റെ 12% നടക്കുന്നത് ഇതുവഴിയാണ്. യൂറോപ്പ്, ഏഷ്യ വ്യാപാരത്തിന്റെ 40% ഇതുവഴിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായ വ്യാപാര വസ്തുവിലൊന്ന് ഇന്ധനമാണെന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.